കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പിണറായി വിജയനെക്കുറിച്ചും മകൾ വീണയെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണല്ലോ. ഇതിൽ കോടികളുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ള, പണമിടപാട് നടത്തിയിട്ടുള്ള CMRൽ നിന്ന് കോടികൾ വീണയ്ക്ക് ലഭിച്ചിട്ടുള്ള പണമിടപാടിനെക്കുറിച്ച് ED അന്വേഷണം നടക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എന്തിനാണ് അതിനകത്ത് ഇടപെടുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കാര്യമാണ് നടക്കുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു കാര്യമാണ് ബന്ധപ്പെട്ടതെങ്കിൽ അതിനകത്ത് ഇടപെട്ടിട്ട് അർത്ഥമുണ്ട്. ഇത് വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഒരു കാര്യം ഓർക്കുക, കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ അകത്തായപ്പോൾ പിണറായി വിജയൻ്റെ വലം കൈയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ മകനെക്കുറിച്ച് പറഞ്ഞത് അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ ഈ പിണറായി വിജയൻ കാറ് തല്ലിപ്പൊട്ടിക്കുന്ന നിങ്ങൾക്കെതിരെ കേസെടുക്കുകയും നിങ്ങളെ അകത്താക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന് ഏതെങ്കിലും വിചാരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിചാരമുണ്ടെങ്കിൽ, അങ്ങനെ ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കുക. നിങ്ങൾ അകത്തായത് തന്നെ. ഈ പിണറായി വിജയനോ മകൾ വീണയോ നിങ്ങളെ ആരെയും രക്ഷപ്പെടുത്താൻ വരുന്നില്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ജനങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കിടപ്പ് വശം മനസ്സിലാക്കിയിട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ പാർട്ടിയോട് സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ അതിൽ അർത്ഥമുണ്ട്. അല്ലാത്തിടത്തോളം കാലം നിങ്ങളുടെ ഭാവിയാണ് പോകുന്നത്, നിങ്ങളാണ് അകത്ത് കിടക്കാൻ പോകുന്നത്. നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ആരെങ്കിലും വരുമെന്ന് വിചാരിക്കേണ്ട. പിണറായി വിജയനോ വീണയോ നിങ്ങളെ രക്ഷപ്പെടുത്തുവാൻ വരുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളെ അവർ എടുത്ത് ഉപയോഗിക്കുകയാണ്. അതിനകത്ത് നിങ്ങൾക്ക് വരുന്ന കോൺസിക്വൻസിനെ കുറിച്ച് അവർ ബോധവാന്മാരെ അല്ല, അവർക്കെങ്ങനെയും രക്ഷപ്പെടുകയും തടിതപ്പുകയും വേണം. അതുകൊണ്ട് ഇനിയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ജനങ്ങൾ ഓർക്കുക, തങ്ങളെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഒരിക്കലും ഇടപെടാതിരിക്കുക, തങ്ങളെ സംബന്ധിക്കാത്ത കാര്യങ്ങളിൽ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കുക. മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെട്ട് വെറുതെ പാർട്ടി നശിപ്പിക്കുന്നതിലും ഭേദം വളരെ ബുദ്ധിപൂർവമായിട്ട് ആലോചിച്ചിട്ട് പാർട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ തിരിക്കുക. അല്ലാത്തിടത്തോളം കാലം മാർക്സിസ്റ്റിക്ക് തിരിച്ചിടുകയേ വരികയുള്ളൂ, അതിൻ്റെ അധപ്പതനമേ വരികയുള്ളൂ. ഇപ്പോൾ തന്നെ അധപ്പതിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വീണ്ടും അധപ്പതനമേ ഇനിയും ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ കൂടി വരികയുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതേമാതിരിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക.